എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നതൊരു ലെൻസ് അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. കാനൻ്റെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത 200-800 6.39 ലെൻസാണ്. RF മോഡിൽ വരുന്ന ലെൻസാണ്. ജസ്റ്റ് കേരളത്തിൽ ഇവിടെ ഒറ്റ പീസാണ് വന്നത്. ആദ്യത്തെ പീസ് തന്നെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ 4 പീസാണ് മാത്രം വന്നേ ഉള്ളൂ ഇന്ന്. അങ്ങനെ നമ്മുടെ ലെൻസ് അങ്ങനെ പുറത്തോട്ട് എടുത്തിരിക്കുകയാണ്. ലെൻസ് വുഡൊക്കെ ഉണ്ട്. ലെൻസ് വുഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആറ്റിനകത്തായിരുന്നൊരു സംശയം. ലെൻസ് വുഡുണ്ട്. നമ്മളെ ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളി. അങ്ങനെ നമ്മളെ ഇന്ത്യയിലെ ആദ്യത്തെ 200-800 കാനോൺ RF കൊണ്ട് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് തന്നെ നമുക്ക് ലെൻസ് കിട്ടി. നമ്മൾ കോട്ടയത്തെ വീനസ് ഫോട്ടോസ് ആണ് ലെൻസ് നമുക്ക് കിട്ടിയത്. നമ്മുടെ സുഹൃത്താണ് ലെൻസ് വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലെൻസ് കയ്യിൽ നിന്ന് തന്നെ കിട്ടിയത്. ഡെമോ പീസൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലെൻസിൻ്റെ ഇനീഷ്യലായിട്ടുള്ളൊരു ചെക്ക് ചെയ്തേക്കുന്ന റിസൾട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തേക്കുന്നതാണ്. R6 Mark II ബോഡി ഉപയോഗിച്ചാണ് നമ്മൾ പടം എടുത്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്ന സാമ്പിൾ പടങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. കുറച്ച് സമയം ലെൻസ് കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഒരു അരമണിക്കൂർ ഓളം കിട്ടിയിട്ടുള്ളൂ. കാരണം ഇത് എടുത്ത ആൾക്ക് കൊണ്ടുപോയതുകൊണ്ട് അധികം സമയം കിട്ടിയില്ല. കുറച്ച് പടങ്ങൾ എടുക്കാൻ നോക്കി. അപ്പോൾ ഇനീഷ്യലൊരു എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പടങ്ങൾ കുറച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ പടങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ R6 Mark II നമ്മുടെ പുതിയ ലെൻസ് ഉപയോഗിച്ചെടുത്ത പടമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ റിസൾട്ട് ഒന്ന് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ നമ്മളെടുത്തേക്കണതെന്ന് പറഞ്ഞാൽ 800 mm ഫോക്കൽ ലെങ്ത്തിൽ എടുത്തേക്കുന്നതാണ്. 200-800 6.39 ULGSM. പക്ഷേ എൻ്റെ ഷട്ടർ സ്പീഡ് വന്നേക്കുന്നത് 1000 f9 800 ISO ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 100% ഇട്ട് ചെയ്യാനായിട്ട് നോക്കാം. 100% ഇത് നല്ല ഷാർപ്പ് പടമാണ്. ഇത് നമ്മൾ എടുത്തേക്കുന്നത് നല്ല അറിയാമല്ലോ, നല്ല ബാക്ക് ലൈറ്റിൽ എടുത്തേക്കുന്ന പടമാണ്. നമുക്കിതിന് ചെറിയൊരു അല്പം കൂടെ നമുക്ക് ഈ ഷാഡോ ഏരിയ ഒന്ന് കറക്ഷൻ ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസ് പിന്നെയും വന്നു. ഹൈലൈറ്റ്സും വൈറ്റ്സും ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം. ക്ലാരിറ്റി കൂട്ടി കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഫ്രണ്ടിൽ പടം അങ്ങ് ഫ്ലാറ്റായി. പക്ഷെ ആ ഡീറ്റെയിൽ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ബാക്ക് സർഫീസിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉണ്ട് പടത്തിന്. നമുക്ക് വേറെ 2 പടം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അവിടെ നിന്ന് ജസ്റ്റ് ചേട്ടിയിട്ട് പോവാണ്. ഇതാണ് എൻ്റെ പിക്ചർ പിക്സിൽ വരുന്നതും നല്ല ഡീറ്റെയിൽ ഉണ്ട് പടത്തിന്.
ഇതെല്ലാം നമ്മൾ 800 mm എടുത്തേക്കണത്. കാരണം ഏറ്റവും അതിനകത്ത് ഷാർപ്നെസ് കുറയാൻ സാധ്യതയുള്ളത് അത് അതിൻ്റെ 800 mm വരുമ്പോഴായിരിക്കും. കാരണം 200-ലൊക്കെ അത്യാവശ്യം നല്ല ഷാർപ്പായിരിക്കും വരുന്നത്. ഇതിൻ്റെ 100% ഇവിടെയൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ അല്പം എക്സ്പോഷർ ഓവറാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഹൈലൈറ്റ്സ് വരുന്നതോട് അല്പം ഒന്ന് ഡീറ്റെയിൽ കുറഞ്ഞു വന്നേക്കുന്നത്. അത് നമുക്ക് വൈറ്റ് ഒന്ന് ഉണ്ടായത് ഇപ്പം വൈറ്റ് ബേൺ ആയേക്കുന്നത് കാണാവുന്നതാണ് നമുക്ക്. ഇതും 100% നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വൈഡ് ഫ്രെയിമാണ് ഇത്. ഇതൊക്കെ വളരെ വൈഡാണ്. നമ്മൾ ആ ഇതിൻ്റെ മേളിൽ വെച്ച ക്യാമറ നോക്കിയാൽ കാണുന്നത് എത്ര ദൂരത്തിലാണ് നമുക്ക് ഇത് ഇരിക്കണതെന്നൊക്കെ ലൈംഗം ഈ പടത്തിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഇത് നല്ല ഷാർപ്പ് പടമാണ്. R6 Mark II ഇതും കൂടെ അത്യാവശ്യം നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ധൈര്യമായിട്ട് എടുക്കാവുന്നൊരു കോമ്പിനേഷനാണ്. അല്പം കൂടെ എക്സ്പോഷർ ഒന്ന് കൂട്ടിക്കൊടുത്ത് നോക്കി എത്ര ദൂരത്തിലാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഈ കാണുന്ന പാലമാണ് റെയിൽവേ. നമുക്ക് അതിലെ കൂടെ ട്രെയിൻ പോയതിൻ്റെ പടം കൂടെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനത്തുള്ള വൈഡ് ഫ്രെയിമിൽ നോക്കുമ്പോൾ കാണാം എത്ര ദൂരത്തിലാണ് ഈ പാലം വരുന്നത് നോക്കുക. ബാക്ക് സെൽഫീസിൽ ഇതാണ് ഷോക്കും അങ്ങോട്ട് ഇവിടെ പോയേക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽസാണ്. പിന്നെ ഇതിനകത്ത് ഇത്രയും ഫോക്കൽ ലെങ്ത്തുള്ള ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഉച്ച സമയത്തൊന്നും പടം എടുത്താൽ അത്ര ശരിയാകാൻ സാധ്യത കുറവാണ്. ഹീറ്റ് വേവ്സിൻ്റെ ഒരു പ്രശ്നം വരും. അതിലിപ്പോൾ ഈവൻ 500 mm പ്രൈം ലെൻസിലാണെങ്കിൽ പോലും നല്ല ഉച്ചയ്ക്കൊക്കെ നട്ടുച്ചയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് വേവ്സിൻ്റെ പ്രശ്നമുണ്ട്. അത് ഏത് ലെൻസിനും വരുന്നൊരു പ്രശ്നമാണെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹീറ്റ് വേവ്സിൻ്റെ പ്രശ്നം നല്ലതായിട്ട് വരും. അപ്പം ഈ ഹാർഡ് ലൈറ്റിൽ എടുക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് നോക്കുക, ഇതും അത്രയും നല്ല ബാക്ക് ലൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ 100% ആക്സൽ പെസിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല ഷാർപ്പ് പടം തന്നെയാണ്. ഇത് അതിൻ്റെ പിടിക്കുന്ന വേറെ ഒരെണ്ണമാണ്. ഇത് നല്ല ഡീറ്റെയിൽ. ഇതെല്ലാം സ്ട്രൈറ്റ് ഔട്ട് JPG പടമാണ്. ഇപ്പോൾ റോയിൽ എടുത്ത് നോക്കിയില്ല, കാരണം റോയിൽ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ലെൻസ് വേറെ ആൾക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടോ നമ്മൾ പെട്ടെന്ന് കൊടുത്തു വിട്ടു. അപ്പോൾ വളരെ ദൂരത്തിലുള്ളൊരു പള്ളിയുടെ മകുടമാണ്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ പടിയെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നമ്മൾ നിന്ന് പടമെടുത്ത സ്ഥലത്തു നിന്നും ഒരു 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിനൊരു വണ്ടിരുന്നതാണ്. ആണ് എൻ്റെ ആക്ച്വൽ പിക്ചർ നോക്കുക. അതിൻ്റെ ഈ ചിറകിൻ്റെയൊക്കെ കളറും ഡീറ്റെയിലും ഒക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽസാണ് കേട്ടോ. ഈ ലെൻസിന് വില വരുന്നത് 180 താഴെ വില വരത്തുള്ളൂ. MRP ഏതാണ്ട് 2-ന് അടുത്ത് വരുന്നുണ്ട്. മാർക്കറ്റിൽ നമുക്ക് 180 താഴെ ലെൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത് നല്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബോക്കെ നോക്കുക, ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത്രയും ക്ലോസ് വന്നാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബോക്കെ നല്ല നീറ്റ്, നല്ല സ്മൂത്തായിട്ടുള്ള ബ്ലറാണ്. അപ്പോൾ ഈ നമ്മൾ ലെൻസ് ബ്ലറും ഈ ഫോട്ടോഷോപ്പിൽ കൊടുക്കുന്ന ബ്ലറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പല ക്യാമറ ലെൻസുകളുടെയും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലർ ചിലപ്പോൾ നമുക്ക് തന്നെ സംശയം വരും. ഇത് രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്ത് ബ്ലർ ചെയ്തത് ആണോ എന്നുള്ള ആ രീതിയിലുള്ള ബ്ലറിലാണ് ചില ലെൻസുകൾ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്മൂത്തായിട്ട് നല്ല ബോക്കെയാണ് വരുന്നത്. അത് ഇതിൻ്റെ ഒപ്റ്റിക്സിൻ്റെ ഒരു ഗുണം തന്നെയാണ്. ഡീറ്റെയിൽസ് നോക്കുക, ആണ് എൻ്റെ 100% വരുന്നത്. നല്ല നല്ല ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽസാണ് കേട്ടോ. കളറൊക്കെ നോക്കി. 800 mm എടുത്തേക്കുന്നത്. നമ്മളെല്ലാ പടങ്ങളും തന്നെ ഏകദേശം 800 mm റേഞ്ചിലാണ് എടുത്ത് നോക്കിയിരിക്കുന്നത്. കാരണം അത്ര അതിൽ ആ 800-ലോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് പ്രശ്നം വരുന്നത്. ഇത് പ്രഘോഷമാണ് ഉണ്ടോ, എല്ലാം
കറക്റ്റ് ഫോക്കസ് ആയേക്കുന്നത്, കറക്റ്റ് കണ്ണ് ഫോക്കസ് ആയിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽസുകൾ നോക്കുക, നല്ല ഡീറ്റെയിൽ ഉണ്ട്. കുറച്ചൊന്ന് ഷാഡോ വീണ്ടും നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇടയ്ക്ക് എക്സ്പോഷറോട് ഒന്ന് ഇതൊക്കെ നല്ല ബാക്ക് ലൈറ്റ് അവസരത്തിലാണിത്. അവിടുത്തെ നല്ല ഡീറ്റെയിലാണ്. പടം പിക്സലായിട്ടേ പോകത്തുള്ളൂ, അതാണ് ഇതിനകത്തുള്ള ഗുണം. ക്വാളിറ്റി ആണെങ്കിൽ നമ്മുടെ പിക്സലിലോട്ടേ പോകത്തുള്ളൂ, അവിടെ സോഫ്റ്റായിട്ട് ബ്ലറായിട്ട് പടം പോകത്തില്ല. ആണ് നല്ല ഡീറ്റെയിലാണ് പടത്തിന് ഉള്ളത്. ഇതിൻ്റെ ഷട്ടർ സ്പീഡിൻ്റെ ഇൻഫോ നോക്കുകയാണെങ്കിൽ 3000 ഷട്ടർ സ്പീഡ്, F9, 800 ISO. അപ്പം നല്ല പടമാണത്. ആൾക്കാരുടെ പടം എടുത്ത് നോക്കുക, മുഖത്ത് നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, ഷാർപ്പ്. ഇത്രയും വൈഡ് നിന്നെടുത്താലും ബാക്ക്ഗ്രൗണ്ട് വലിയ ദൂരത്തിലല്ലെങ്കിലും അത്യാവശ്യം നല്ല ബോക്കെ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തും ചെറിയ ഈ ഹീറ്റ് വേവ്സിൻ്റെ പ്രശ്നമുണ്ട്, ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ആണ്. അതോ ബൊക്കെ കാണുമ്പോൾ അറിയാം. കുറച്ച് കർഷം കൊടുത്ത് ലൈറ്റ് മുഖത്ത് മാത്രം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആക്ച്വൽ പിക്ചർ നോക്കുക, നല്ല ഡീറ്റെയിൽസ് ഉള്ള പടമാണ്. അപ്പം ഇത് കൂടി നമുക്ക് ലെൻസ് വന്നേക്കുന്നത് സൗത്ത് ഇന്ത്യയിലേക്ക് 4 ലെൻസാണ് വന്നത്. അപ്പോൾ അതിൽ കേരളത്തിലേക്ക് വന്നത് ഒറ്റ ലെൻസേ വന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലെൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ലെൻസ് തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇത് പെട്ടെന്നൊരു ഇനീഷ്യൽ കുറച്ച് പടങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ലെൻസ് കൊടുത്തുവിടേണ്ട എടുത്ത ആൾക്ക് കൊടുത്തുവിടേണ്ടതായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് കൊടുത്തുവിടേണ്ടി വന്നു. പക്ഷേ ഈ ഒരു 180 താഴെ കിട്ടും. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ലെൻസാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ 200 തൊട്ട് 800 വരെ ഫോക്കൽ ലെങ്ത്തിൽ കിട്ടുമെന്നുള്ളതാണ്. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷട്ടർ സ്പീഡ് അത്യാവശ്യം വേണം. കാരണം 500 മേളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും മിനിമം ഒരു ഷട്ടർ സ്പീഡ് 500 കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്യാമറ ഇപ്പോൾ F9 വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ബോഡികൾക്കൊക്കെ അത്യാവശ്യം ലോ ലൈറ്റ് പെർഫോമൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ISO കൂട്ടി ഇട്ട് എടുക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ 800 ഷട്ടർ സ്പീഡിലോട്ട് 800 ഫുൾ ഫോക്കൽ ലെങ്ത്തിലൊക്കെ വരുമ്പോഴത്തേക്കും എനിക്കൊന്നൊരു 800 ഷട്ടർ സ്പീഡെങ്കിലും കീപ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ ക്യാമറ മൂവ് ചെയ്തില്ലെങ്കിലും കാര്യമൊന്നുമില്ല, സബ്ജക്റ്റ് മൂവിങ് ഉണ്ടെങ്കിൽ അത്രയും ഫോക്കൽ ലെങ്ത് വരുന്നതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് വരും. ഇത്രയും ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ IS ഒക്കെ ഉണ്ടെന്നൊക്കെ പറയാം, പക്ഷേ ഷട്ടർ സ്പീഡ് കുറച്ച് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈറ്റ് വെയിറ്റ് ആണ്, 2 കിലോയേ ഉള്ളൂ. അപ്പോൾ ഹാൻഡ് ഹെൽഡൊക്കെ എടുക്കാൻ വളരെ ഈസിയാണ്, വെയിറ്റ് അറിയത്തില്ല. പ്രത്യേകിച്ച് ഞാൻ 500 എൻ്റെ കയ്യിലുള്ള എടുത്തിട്ട് നമുക്ക് ഇതെടുക്കുമ്പോൾ വളരെ ഹാൻഡി ആയിട്ട് എടുക്കാൻ പറ്റും. ആ 500 എടുക്കുന്നതിൽ കൈവച്ചെടുക്കുന്ന 500 mm ഫോക്കൽ ലെങ്ത്തിൽ എടുക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് 800 mm എടുക്കുമ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. ലൈറ്റ് ഉള്ളപ്പം അതും ഇതും തമ്മിൽ ഒരു ഭയങ്കര റിസൾട്ട് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. മറ്റേത് EF മൗണ്ടാണ്, അഡാപ്റ്ററായിട്ടാണ് എടുക്കുന്നത്. ഇത് RF മൗണ്ടിൻ്റെയാണ്. നല്ല റിസൾട്ടാണ് തോന്നിയേക്കുന്നത്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കാനോൺ ഓഫീഷ്യൽ ഡീലേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ താഴെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം, വിളിച്ച് സംസാരിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് തോന്നുന്നു അടുത്ത ഷിപ്മെൻറ്റ് അടുത്ത വലിയ ദിവസം ഒരാഴ്ചക്കുള്ളിൽ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ വന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടാവും. കാരണം അത് ഓൾറെഡി അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ലെൻസാണ്. വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം പ്രീ ഓർഡർ ഒരുപാടുണ്ട്. അപ്പോൾ ലെൻസ് വരുന്ന കുറയ്ക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഡെമോ ലെൻസായിട്ട് വന്നിട്ടില്ല കമ്പനിയിൽ. അതുകൊണ്ടാണ് നമുക്ക് പരിചയമുള്ള ആൾ എടുക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അന്നൊരു സാധനം നമുക്ക് കിട്ടിയത്. ഡെമോ ലെൻസ് വരുമ്പോഴത്തേക്കും സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വൈൽഡ് ലൈഫൊക്കെ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു ലെൻസാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും